നിമി, ഏതായാലും ആവേശപൂർണ്ണമായിട്ടുള്ള കൊട്ടിക്കലാശ ശേഷം മുന്നണി സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഒക്കെ ഇപ്പോൾ നിശബ്ദ പ്രചാരണത്തിലാണ്. വീടുകൾ കയറി ഇറങ്ങുകയും വോട്ട് അവസാന വട്ടം ഉറപ്പിക്കുകയാണ്. അതിനിടയിൽ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ ഇപ്പോൾ നടന്നു വരികയാണ്. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് നടക്കാവ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെയാണ് ഈ കോഴിക്കോട് കോർപ്പറേഷനിലെ വോട്ടെണ്ണൽ സാമഗ്രികൾ വിതരണം ചെയ്യുന്ന നടപടി നടന്നുകൊണ്ടിരിക്കുന്നത്. പല ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിയപ്പോൾ വോട്ടിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങി അതൊക്കെ ക്ലിയർ ആണോ, യഥാർത്ഥ രീതിയിൽ തന്നെ പോകുന്നുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് അതെല്ലാം തന്നെ ലിസ്റ്റിലുള്ള എല്ലാ സാധനങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ടോ നടക്കുമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ് ഓരോരുത്തരും. അതായത് ഓരോ പോളിംഗ് ബൂത്തിലേക്കുള്ള ഉദ്യോഗസ്ഥർ ഒരുമിച്ച് എത്തി ആണ് ഈ സാമഗ്രികളെല്ലാം തന്നെ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. പലരും ഇവിടെ തയ്യാറെടുത്ത് ഇപ്പോൾ പോകേണ്ട സമയത്തിലേക്കായിരുന്നു. എല്ലാ സാധനവും ഏറ്റുവാങ്ങി രാവിലെ തന്നെ എത്തി. രാവിലെ 8 മണിയാകുമ്പോൾ തന്നെ എത്തി. കാര്യങ്ങളൊക്കെ വളരെ സെറ്റാണ്. ഇത്തവണ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അവർ. 2 ഏരിയ ആയിട്ട് ഒരു കൗണ്ടറിൽ തന്നെ 2 ബൂത്തുകളും അതിന്റെ കാര്യങ്ങളൊക്കെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. നല്ല രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. ഇനി പോലീസ് ഓഫീസറേയും കൂടെ കിട്ടിയാൽ ഞങ്ങൾ റൂട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് സാർ. യൂണിറ്റൊക്കെ നോക്കി എല്ലാം പക്കയാണ്. ഇതുവരെയൊക്കെ ഓക്കെയാണ്. ഇനി പണി മുടക്കില്ല എന്ന് വിചാരിക്കാം. ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇനി നേരെ ബൂത്ത് പോലുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മുടെ ഏരിയയിലേക്കുള്ള വണ്ടിയിലുള്ള എല്ലാവരും റെഡി ആവണം. അവർ റെഡി ആവുന്ന സമയത്താണ് നമുക്ക് പോകാൻ വേണ്ടി കഴിയുക. നമ്മുടെ റൂട്ട് ഓഫീസർ നമ്മളെ വിളിക്കും. ആ സമയത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഒരു ചെറിയൊരു പ്രയാസം ഉണ്ടായത് ഇപ്പോൾ വൈകി വന്നവർക്കൊന്നും ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയിട്ടില്ല. നേരത്തെ വന്ന് എന്റെ ജീവിതത്തിൽ ആദ്യത്തെ കടന്നു